ഹലോ ഗൈസ്, ഞാനിന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ബുഷ് ഓറഞ്ചിൻ്റെ അടുത്താണ് ഉള്ളത്. ഇതിൽ അത്യാവശ്യം കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ കായ ഉണ്ടായിട്ട് നമ്മൾ പറിച്ചെടുത്ത് കഴിച്ചതായിരുന്നു. അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോഴാണ് അറിയുന്നത് ഇതുകൊണ്ട് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റിയാണെന്ന്. അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുള്ള, അതായത് ഒരു ഏകദേശം മഞ്ഞ നിറമായിട്ടുള്ളത് പറിച്ചെടുക്കാമെന്നാണ് കരുതുന്നത്. മഞ്ഞ നിറം വന്നേ ഒരു 2-3 കാണുന്നുണ്ട്. പക്ഷേ ഞാൻ 2 പറിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 2 കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ 2 ഈ 2 കൂടെ വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് അടിക്കാം. ഇത് ജ്യൂസ് അടിച്ച് അപാര ടേസ്റ്റാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനുവേണ്ടി ഇത് തൊലി കളഞ്ഞെടുത്തിട്ട് നടുവേ കീറി അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളയണം. കുരു ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പതുക്കെ കുരുവൊക്കെ എടുത്ത് കളയാം. കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നന്നാവുക, പുളി ആയതുകൊണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ജാറിലിട്ട് ഒരു 2-3 മിനിറ്റ് കറക്കിയെടുത്ത ശേഷം നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ ഞാനിതൊരു അരിപ്പ വെച്ച് അരിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ എടുത്ത് ഒഴിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാമന് കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. അത് കേട്ടപ്പോൾ ഞാനും എടുത്ത് കുടിച്ച് നോക്കി. സൂപ്പർ ടേസ്റ്റാണ്. പുളിയും മധുരവും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. ബൈ.